വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ട്രക്ചറൽ അനാലിസിസിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിലുള്ള ഡിറ്റർമിനൻസി ആൻഡ് ഇൻഡിറ്റർമിനൻസി ആണ്. ഇതിൽ ഇക്വേഷൻസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇക്വേഷൻസ് ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. അത്രയും ഇക്വേഷൻസ് മാത്രം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Total degree of indeterminacy, both the internal and external of the plane frame shown in the figure. നോക്കുക, ഇത് പറഞ്ഞിരിക്കുന്നത് പ്ലെയിൻ ഫ്രെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലെയിൻ ആണ്, ശ്രദ്ധിക്കുക, പ്ലെയിൻ ഫ്രെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് അതും ഇൻറ്റേർണലി ഉണ്ട്, എക്സ്റ്റേർണലി കണ്ടുപിടിക്കണം. ഇൻറ്റേർണൽ ഹിഞ്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇൻറ്റേർണലി ആണെങ്കിൽ നമുക്ക് വരുന്നത് ഇൻറ്റേർണലി 3 × C ആണ് ഇൻറ്റേർണലി വരുന്നത്. ഇൻറ്റേർണലി 3 × C എന്ന് പറയുന്നത് എത്ര ലൂപ്പ് ഉണ്ടെന്നാണ്. അടുത്ത എക്സ്റ്റേർണലി നോക്കുകയാണെങ്കിൽ R - 3 - A ആണ് വരുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും, DSI + DSC. ഓക്കെ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടുന്നത്. സോ DSI എങ്ങനെ കണ്ടുപിടിക്കാം? DSI എത്ര ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ 3 × 1 2 2 ലൂപ്പാണുള്ളത്. സോ DSI നമുക്ക് 6 എന്ന് കിട്ടി. അടുത്ത DSE ആണ്. ഇതിൽ റിയാക്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. ഫിക്സഡ് ആണ്. അപ്പോൾ ഓരോന്നിലും 3 എണ്ണം വീതം ഉണ്ട്. ഓക്കെ, ഓരോന്നിലും 3 എണ്ണം വീതം റിയാക്ഷൻസ്. 12 -3 - A. A എന്ന് പറയുന്നത് M-1 ആണ്. ഹിഞ്ച് വരുന്ന പോർഷനിൽ എത്ര മെമ്പറുണ്ട്? അതേ -1. നിങ്ങൾ എന്നെ നോക്കിക്കേ, ഹിഞ്ച് വരുന്ന പോർഷനിൽ എത്ര മെമ്പറാണ് വരുന്നത്? 1 2 3 4. നമുക്ക് 4 മെമ്പേഴ്സ് -1. സോ 3 ആണ് വരുന്നത്. അപ്പോൾ A നമുക്ക് 3 എന്ന് കിട്ടി. അതിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 12 - 3 - 3 നമുക്കിവിടെ 6 എന്ന് കിട്ടും. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 + 6 12. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 12 ആണ്. ഓക്കെ, ആൻസർ 12 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If there are m unknown member forces, r unknown reaction components and j number of joints, then the degree of static indeterminacy of a pin-joined plane frame is given by. തന്നിരിക്കുന്ന പിൻ-ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം ആണ്. അപ്പോൾ പിൻ-ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ വരുന്നത് m - 2j + r. ഓക്കെ, m - 2j + r എന്ന് വെച്ചാൽ ഇവിടുത്തെ m + r - 2j. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ m - 2j + r എന്ന്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് എ പിൻ ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം ഈസ് ഗിവൺ ബൈ. ശ്രദ്ധിക്കുക, അതും എന്ത് തന്നെയാണ്? പിൻ ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ A 2j - RE. ക്വസ്റ്റ്യൻ 4. എ പിൻ ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം ഈസ് അൺസ്റ്റേബിൾ. ഒരു പിൻ ജോയിൻഡ് പ്ലെയിൻ ഫ്രെയിം എപ്പോഴാണ് അൺസ്റ്റേബിൾ ആവുന്നതെന്നാണ് താഴെ പറയുന്ന ഏത് കണ്ടീഷനാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് അൺസ്റ്റേബിൾ ആവുന്ന എപ്പോൾ, റിഡൻഡൻ്റ് ആവുന്നത് എപ്പോഴാണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആവുന്ന എപ്പോഴെന്നൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിൽ ആൻസർ വരുന്നത് m + r is less than 2j ആണ് വരുന്നത്. m + r less than 2j ആണ് വരുന്നത്. ഇനി m + r is equal to 2j എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ആവുന്ന കണ്ടീഷൻ. ഓക്കെ, ഫ്രെയിം പെർഫെക്റ്റ് ഫ്രെയിം ആണെങ്കിൽ m + r is equal to 2j ആണ് വരുന്നത്. അതുപോലെ m + r is greater than 2j എന്ന് പറഞ്ഞാൽ അത് റിഡൻഡൻ്റ് ആണ് പറയുന്നത്. ഓക്കെ, റിഡൻഡൻ്റ് ഫ്രെയിമാണ് m + r greater than 2j എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് എ പിൻ-ജോയിൻഡ് സ്പേസ് ഫ്രെയിം. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ എന്താണ്? സ്പേസ് ഫ്രെയിം ഈസ് ഗിവൺ ബൈ. സ്പേസ് ഫ്രെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് m + r - 3j. m + r - 3j. സിക്സ്ത് ക്വസ്റ്റ്യൻ. ദ ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഓഫ് എ പിൻ-ജോയിൻഡ് സ്പേസ് ഫ്രെയിം ഈസ് ഗിവൺ ബൈ. അതും എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? സ്പേസ് ഫ്രെയിം ആണ്, ബട്ട് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് 3j - r. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി ആണ്, 3j - r.
Seventh question. The degree of static indeterminacy of a pin-joined plane frame as shown in figure is ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി ആണ്. അപ്പോൾ ഡി എസ് ഈസ് ഈക്വൽ ടു എം മൈനസ് 2j പ്ലസ് ആർ ആണ് വരുന്നത്. എം എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര മെമ്പർ ഉണ്ട്, ഇതൊക്കെ കാണുന്നതാണ് മെമ്പർ എന്ന് പറയുന്നത്. ഇനി ജെ എന്ന് പറയുമ്പോൾ ജോയിൻറ്റ്, ഇതിൽ എത്ര ജോയിൻ്റ് ഉണ്ട്, ഈ വരയ്ക്കുന്നതാണ് ജോയിൻറ്റ്സ്. ഓക്കെ, പിന്നെ ആർ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര റിയാക്ഷൻസ് ഉണ്ട്. അപ്പം നോക്കാം ഇതിൽ എത്ര മെമ്പർ ഉണ്ട്. നമുക്ക് ടോട്ടലായിട്ട് ഇതിൽ 21 മെമ്പർ വരുന്നുണ്ട്. -2 ഇൻറ്റു ജോയിൻറ്റ്സ് 11 ജോയിൻറ്റ്സ് ആണ് വരുന്നത്. പ്ലസ് ഇതിൻ്റെ റിയാക്ഷൻസ് നോക്കിക്കേ, എത്ര റിയാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്, 5 റിയാക്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 21 മൈനസ് 22 പ്ലസ് 5 ആണ് വരുന്നത്. നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവോ. ദ പോർട്ടൽ ഫ്രെയിം ആസ് ഷോൺ ഇൻ ദ ഫ്രെയിം ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ടു ദി. ഇത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എത്ര ഡിഗ്രി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. സോ ഫ്രെയിമാണ്. ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്, ഡി എസ് ഈസ് ഈക്വൽ ടു 3m മൈനസ് 3j പ്ലസ് ആർ. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം ഓൾറെഡി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ, കാരണം അറിഞ്ഞൂടാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻസ് മനസ്സിലാവാൻ പാടാണ്. ഡി എസ് ഇസ് ഈക്വൽ ടു 3m മൈനസ് 3j പ്ലസ് ആർ ആണ്. നോക്കിക്കേ, ഇതിൽ എത്ര മെമ്പർ ഉണ്ട്, 3 മെമ്പറാണ് വരുന്നത്. എത്ര ജോയിൻ്റ് ഉണ്ട്, 4 ജോയിൻ്റ് ആണ്. എത്ര റിയാക്ഷൻസ് ഉണ്ട്, 6 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ വരുന്നത് 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പെർഫെക്റ്റ് പ്ലെയിൻ ഫ്രെയിം ഹാവിംഗ് n number of members and j number of joints should satisfy the relation. ഇതിൽ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ 2j മൈനസ് 3 ആണ് വരുന്നത്. ഓക്കെ, n is equal to 2j മൈനസ് 3, കാരണം അവർ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് പ്ലെയിൻ ഫ്രെയിം ആണ്. സോ ആൻസർ വരുന്നത് n is equal to 2j മൈനസ് 3. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The displacement method is more useful when degree of kinematic indeterminacy is greater than the degree of static indeterminacy. The displacement method is more useful when degree of kinematic indeterminacy is less than degree of static indeterminacy. The force method is more useful when degree of static indeterminacy is greater than the degree of kinematic indeterminacy. The force method is more useful when degree of static indeterminacy is less than the degree of kinematic indeterminacy. Which of these statements is correct? ഓക്കെ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്റ്റാറ്റിക് കുറവും കൈനമാറ്റിക് കൂടുതലുമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതെന്ന് ചോദിച്ചാൽ ഫോഴ്സ് മെത്തേഡാണ്. അതേസമയം കൈനമാറ്റിക് കുറവും സ്റ്റാറ്റിക് കൂടുതലുമാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണിത്. കൈനമാറ്റിക് കൂടുതലാണെങ്കിൽ ഫോഴ്സ് മെത്തേഡും കൈനമാറ്റിക് കുറവാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്. ഈ ഒരു രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് തിരിച്ചു മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഈസ് എ ട്രസ് വിച്ച് അണ്ടർഗോസ് എ റിജിഡ് ബോഡി ട്രാൻസ്ലേഷൻ ഫോർ ആൻ ആർബിട്രറി ലോഡ് ക്ലാസിഫൈഡ് as determinate structure, geometrically unstable structure, structurally unstable structure, structurally ആദ്യത്തത് സ്റ്റാറ്റിക്കലി, അടുത്തത് സ്ട്രക്ചറലി അൺസ്റ്റേബിൾ സ്ട്രക്ചറാണ്. നമുക്ക് ആൻസർ വരുന്നത് ജോമെട്രിക്കലി അൺസ്റ്റേബിൾ സ്ട്രക്ചറാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദ റിജിഡ് ജോയിൻറ്റ് ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ. ഈ തന്നിരിക്കുന്നത് അൺസ്റ്റേബിൾ ആണോ, സ്റ്റേബിൾ ആൻഡ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണോ, സ്റ്റേബിൾ ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണോ, സ്റ്റേബിൾ ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് 2 ഡിഗ്രി ആണോ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഇതൊരു കറക്റ്റ് കണ്ട ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 3m - 3j + r ആണ്. മെമ്പർ എത്ര എണ്ണം ഉണ്ട്? 2 മെമ്പർ. ജോയിൻ്റ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. പ്ലസ് റിയാക്ഷൻസ് എത്രയാണ് വരുന്നത്? ഇവിടെ 2, ഇവിടെ 1. അങ്ങനെ നമുക്ക് 3 റിയാക്ഷൻസ്. ടോട്ടലി നമുക്ക് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ അതെന്താണ്? സ്റ്റേബിൾ കണ്ടീഷൻ എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ എന്ന് മാത്രമല്ല, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഓക്കെ, 0 ആണെങ്കിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണല്ലോ. സോ അത് ഓഫ് കോഴ്സ് സ്റ്റേബിളും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്, സ്റ്റേബിൾ ആൻഡ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ്.